ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം മുത്തുണികളെ? എല്ലാവർക്കും സുഖമായിട്ടിരിക്കുകയെന്ന് കരുതുന്നു. അൽഹംദുലില്ലാ നമ്മൾ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്യാൻ മറക്കല്ല കേട്ടോ. അപ്പോൾ നമ്മളെ നാട്ടിൽ പോയിട്ട് ഇന്ന് ഒരു കടയിലൊക്കെ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അങ്ങനെ ഇടക്കിടക്ക് പോകണം. അപ്പോൾ എന്തായാലും ഞാൻ അങ്ങനത്തെ വീഡിയോസൊന്നും ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ജസ്റ്റ് ഒന്ന് എടുത്തത് ആ കായലിൽ കൂടെ പോയി വന്നപ്പോൾ. അപ്പോൾ കാലത്ത് എണീറ്റ് മക്കൾസിന് മദ്രസയിൽ കൊണ്ട് വിട്ട് വന്നതിന് ശേഷം നന്നായിട്ട് നമ്മൾ ചപ്പാത്തിപ്പൊടി എടുത്തിട്ട് ഒന്ന് ചാമ്പി വിടണം കേട്ടോ. അങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി പിന്നെ ഭൂരി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. ഭൂരി ഉണ്ടാക്കുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഒറ്റയ്ക്ക് വീഡിയോ എടുക്കുന്ന കാരണമാണ് കേട്ടോ. അങ്ങനെ ഭൂരിക്കൊക്കെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി നമുക്ക് എന്ത് ചെയ്യാം, മുറ്റടിക്കലും മടിക്കലും പോലൊക്കെ ചെയ്യാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ ഓരോ വീട്ടന്മാരും രാവിലെ പിടഞ്ഞ് ഓരോ പണികളൊക്കെ ചെയ്യൂലേ. അപ്പോൾ നമ്മൾ ഇന്നലെ കുറച്ച് വിരുന്നുകാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഗ്ലാസ്, അപ്പുറത്തെ ഗ്ലാസ് വീട്ടിൽ നിന്ന് കൊടുന്നായിരുന്നു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്നും ഗ്ലാസ് കൊടുന്നായിരുന്നു. അപ്പോൾ അതൊന്ന് കൊണ്ടുകൊടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിൽ അങ്ങനത്തെ സെറ്റൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഇന്നില്ല ഉച്ചക്കില്ല നല്ല ചെമ്മീൻ ബിരിയാണി ഉണ്ടാക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ചോറ് ഞാൻ കുക്കറിലിട്ടിട്ട് 2 വിസിലടിച്ചിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിന്ന് കുറച്ച് ചെമ്മീനാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കിന്ന് ചെറിയൊരു ചെമ്മീൻ ബിരിയാണി, അത് മക്കൾസിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളിതാ ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ മസാലയും റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു മസാലയും ഈ ചോറും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ചെമ്മീൻ ബിരിയാണിയൊക്കെ എല്ലാവർക്കും അറിയാമെന്നറിയാം കേട്ടോ. അതുകൊണ്ട് പിന്നെ അതിൻ്റെ വീഡിയോ മൊത്തമായിട്ട് എടുക്കാത്ത കേട്ടോ. നമ്മൾ മസാല ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ചെമ്മീൻ ഒന്ന് വറുത്ത് കോരിയിട്ട് അതിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പച്ചയിൽ അങ്ങനെ ഇട്ട് കൊടുക്കുക, എന്താ വെച്ചാൽ ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മുടെ ചോറിലേക്ക് ദമ്മിടാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ മസാല ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾസിന് ബിരിയാണി എന്നൊരു പേര് മാത്രം മതി കേട്ടോ. അതിൽ ചിക്കനാണോ മീനാണോ എന്താ ഒന്നും വേണ്ട, അവരെ ആ പേര് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് നല്ല സന്തോഷമാണ്. അപ്പോൾ നമ്മൾ മക്കൾസ് അങ്ങനെയാണ് അവർക്ക്. അപ്പോൾ നമ്മളിതാ അങ്ങനെ മക്കൾസിനെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെമ്മീൻ ബിരിയാണിയൊക്കെ വെച്ച് പറ്റിക്കല്ല കേട്ടോ. ഈ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റാണ്. ആ ചെറിയ ചെമ്മീൻ കിട്ടുകയാണെങ്കിൽ അതിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ വേറെന്താ പറയുക, നമുക്കിന്ന് 2 ദിവസം കഴിഞ്ഞാൽ ഒരു ഗസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊന്നും ഇല്ല. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങിക്കാൻ പോവാണ്ട്, കടയിലേക്ക് പോവാണ്ട്. അപ്പോൾ പെട്ടെന്ന് പണികളൊക്കെ, അപ്പോൾ ഇതാ അതുകൊണ്ടാണ് കേട്ടോ കടയിലേക്ക് പോകണമെന്ന് പറഞ്ഞത്. ഇൻഷാ അല്ലാ അതിൻ്റെ വീഡിയോ ഒക്കെ പിന്നെ കാണിക്കാം. അപ്പോൾ നമ്മൾ ചോറിനുള്ള മസാലകളൊക്കെ ഇട്ടിട്ട് ദമ്മിടാണ്. ഇടമുണ്ടായിരിക്കടാ. അങ്ങനെ തന്നെ നമ്മൾ ബിരിയാണീൻ്റെ സംഭവമൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ നമുക്കിന്ന് ചോറൊക്കെ തിന്നിട്ട് പെട്ടെന്ന് പോകാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഈ ഒരു അരി ഏതാണെന്ന് അറിയില്ല, പക്ഷേ ഒരു ടേസ്റ്റ് ഇല്ലാത്ത അരിയാണ്. പക്ഷേ ബിരിയാണി ചെമ്മീനായതുകൊണ്ടാണ് തോന്നുന്നത് അടിപൊളി ടേസ്റ്റ് തോന്നി കേട്ടോ. അപ്പോൾ അരി ഏതായാൽ അതിനനുസരിച്ചായിരിക്കും നമ്മളെ ചോറിൻ്റെ ടേസ്റ്റൊക്കെ. പിന്നെ മസാലക്കൂട്ടും അങ്ങനെ ആകുമ്പോൾ നമ്മളെ ചോറിന് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ഹോട്ടലിൽ നിന്നൊരു ബിരിയാണീൻ്റെ ഒരു ഇത് മേടിച്ചിട്ട് കഴിച്ചപ്പോൾ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. കാരണം നമുക്ക് ഓരോ ടേസ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ ചിലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും, ചിലത് അധികം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു അരി, ബസുമതി അരി അല്ല, വേറെ എന്തോ ഒരു അരിയാണ് കേട്ടോ ഈ ഒരു ചോറ് വെച്ചിരിക്കുന്നത്. അങ്ങനെ എന്തായാലും വേണ്ടില്ല, മക്കൾസിനൊക്കെ നല്ലോണം സന്തോഷമായിട്ടുണ്ട്. അവർ വയറ് നിറയെ കഴിക്കും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയാണ് നമ്മളെ വീട്ടിൽ ബിരിയാണി വെച്ചിട്ടുണ്ടെങ്കിൽ ചെമ്പ് കാലിയാക്കും. അത് ഉച്ചക്ക് കഴിച്ചിട്ടില്ലെങ്കിലും പിന്നെ വൈകിട്ടോ രാത്രിയോ ഒക്കെ ആയിട്ട് കഴിച്ച് കാലിയാക്കും കേട്ടോ. നേരെ മറിച്ച് സാദാ ചോറാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. പിന്നെ നമ്മളെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് കുറിക്കുക കേട്ടോ. അങ്ങനെ എന്താ അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ. അപ്പോൾ വീഡിയോ ഒക്കെ ഇപ്പോൾ വലിയ ഒരു 100 പേര് പോലും കാണുന്നില്ല, എന്താ ചെയ്യുക അങ്ങനെ. അപ്പോൾ ഇനിയെങ്കിലും എന്തെങ്കിലുമൊക്കെ കാണുന്നുള്ള പ്രതീക്ഷയിൽ ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ ദമ്മൊക്കെ ഇട്ട് വെച്ചു. പിന്നെ നമുക്ക് കുളികളും എല്ലാം കഴിഞ്ഞതിന് ശേഷം ചോറൊക്കെ തിന്നാമെന്ന് കരുതിയിട്ട് ഞാൻ മക്കൾസ് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ ബിരിയാണി വെക്കുന്ന. അവർ കളി കഴിഞ്ഞ് വന്നപ്പോൾ സർപ്രൈസായിട്ട് ഞാൻ ഈ ചോറ് കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പോൾ അവർ പറയുമ്പോൾ എന്തോ മണക്കുന്നുണ്ടല്ലോ, എന്തോ ഉണ്ടല്ലോ ഉമ്മച്ചി ഉണ്ടാക്കി വെച്ചിരിക്കണമെന്ന് പറഞ്ഞ് മണത്തന്നിട്ട് കണ്ടുപിടിക്കും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് അപ്പുറത്തെ വീട്ടിൽ നിന്ന് തന്നതാണ്, അങ്ങനെ ഇങ്ങനെ ഞാൻ ഉണ്ടാക്കിയതാന്ന് പറഞ്ഞില്ല കേട്ടോ.
അപ്പോൾ കൊച്ചൂസിനാണെങ്കിൽ ചെമ്മീൻ ബിരിയാണി വെച്ച് ഭയങ്കര ഇഷ്ടമാണ്. ചെമ്മീനൊന്നല്ല, എന്ത് ബിരിയാണി കിട്ടിയാലും അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ എരിവൊന്നും അങ്ങനെ പാടില്ല കേട്ടോ, എന്നാലേ കഴിക്കുള്ളൂ. അപ്പോൾ ഞാൻ അധികം മസാലകളൊന്നും അത്ര അധികം ഒന്നും ഇട്ടിട്ടില്ല. അങ്ങനെ നമ്മളിതാ ഞാനും മക്കളസും കൂടിയിട്ട് ചോറൊക്കെ തിന്നിട്ടോ. അപ്പോൾ ഇത് 2-3 ദിവസം മുന്നേ എടുത്ത് വെച്ച വീഡിയോ ആണ്. വീഡിയോ ഇടാൻ നമുക്ക് ചില പ്രത്യേക വീഡിയോ ഇടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വന്നതും അവളായിട്ട് പോയതും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, മറക്കല്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചോറൊക്കെ തിന്ന് വയറ് നിറയെ ഞാനും മക്കൾസൊക്കെ ചോറൊക്കെ തിന്ന്. പിന്നെ കൂട്ടി നമ്മളെ ചാച്ചും റിസാലും ആരും ഉണ്ടായിട്ടില്ല കേട്ടോ. ആരും വന്നിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അവരെയും വിളിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അവരൊന്നും വന്നില്ല. അപ്പം ഞങ്ങൾ ചോറൊക്കെ തിന്നിട്ട് ഒരു നട്ടുച്ച കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ കായലിൽ കൂടെയാണ് കേട്ടോ ഞങ്ങൾ കടയിലേക്ക് പോയത്. അപ്പോൾ കൊച്ചൂസിന് ഇപ്രാവശ്യം എല്ലാ വിഷയത്തിനും A ഗ്രേഡ് കിട്ടിയപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട്. സ്വത്തൂസിനും അങ്ങനെ തന്നെയാണ്. അൽഹംദുലില്ലാ ആ കാര്യത്തിൽ 2 പേരും ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവർക്ക് സന്തോഷത്തിന് വേണ്ടിയിട്ട് മീഷോന്ന് ഞാൻ എന്തെങ്കിലും ഗിഫ്റ്റൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. ഇപ്രാവശ്യം ഞാനൊരു ഐസ്ക്രീമിൽ ഒതുക്കാമെന്ന് കരുതിയിട്ട് പോയതാണ്. ഐസ്ക്രീമൊന്നും കിട്ടിയില്ല കേട്ടോ. ഐസ്ക്രീമിന് ഇപ്പോൾ ഉള്ള കടയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ കുറച്ച് പാടായിരുന്നു. പിന്നെ ഞങ്ങൾ വെള്ളമൊക്കെ വാങ്ങിച്ചു, മിഠായിയൊക്കെ വാങ്ങിച്ചു. അങ്ങനെ തോട്ടിൻ്റെ അടിക്കൂടെയും കായലിൻ്റെ അവിടെയും ഇരുന്നിട്ടും നടന്നിട്ടും കുഴഞ്ഞിട്ടും ആയിട്ട് ഇതാ വീട്ടിലേക്ക് എത്താനായിട്ടുണ്ട് കേട്ടോ. കുറച്ച് നടക്കാനുണ്ട്. പോകുമ്പോൾ വണ്ടി വിളിച്ചിട്ട് പോയി, വരുമ്പോൾ പിന്നെ നടന്നിട്ട് വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ. നമ്മൾ കായലൊക്കെ ഒന്ന് കാണാമെന്ന് കരുതിയിട്ടായിരുന്നു. അങ്ങനെ അതാ കുറച്ച് അൽക്കുലത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ എവിടേക്കാണ് കാശ് പോയി എന്ന് പറഞ്ഞിട്ട് 500 കൊണ്ടുപോയി 500 പൊട്ടും, 700 കൊണ്ടുപോയി 700 പൊട്ടും, 1000 2000 കൊണ്ടുപോയത് അങ്ങനെ പൊട്ടിച്ചിട്ടോ ഞാൻ വരിക. എന്തായാലും ഇൻഷാ അല്ലാ സംഭവം കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നടക്കില്ലല്ലോ. അപ്പോൾ മക്കൾ സുധാ ക്ഷീണത്തിന് നമുക്കൊരു അവലുമേൽക്ക് ഉണ്ടാക്കി തന്നു, അതും കുടിച്ചു. അൽഹംദുലില്ലാ റാഹത്തായിട്ടോ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചു വീഡിയോ എത്ര ഉള്ളൂ. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക. ഇവിടെ മക്കളസേ സൗണ്ട് ഉണ്ടാക്കിയിട്ടൊക്കെയാണ് കേട്ടോ ഇടയ്ക്കിടയ്ക്ക് വോയിസ് മുറിഞ്ഞ് കൊടുത്തത്. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ ബൈ, താങ്ക് യു ഫോർ വാച്ചിങ്.